ഹായ്. കഴിഞ്ഞ ആർട്ട് സപ്ലൈ ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ കുറേ പേരൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് വെക്കുന്നത് എന്നുള്ളതൊന്ന് കാണിക്കണമെന്ന് കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ നിറച്ച് പെയിൻറ്റും പാലറ്റും ബ്രഷസും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിടുക അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. വർക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതല്ലാതെ അതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും അവിടെ ഇവിടെയും വാരി വലിച്ചിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ട്, അത് പ്രോപ്പറായിട്ട് എടുത്തു വെക്കുന്ന ഒരു രീതിയുണ്ട്. സോ ഫാർ എനിക്ക് അത് പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ സ്പേസ് കൺസ്ട്രെയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. എനിക്ക് സോ ഫാർ ദിസ് ഹാസ് വർക്ക്ഡ് ഔട്ട് വെരി വെൽ ഫോർ മീ. സോ എനിക്ക് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു സിസ്റ്റം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ആർട്ട് സപ്ലൈ സെഗ്രിഗേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഫസ്റ്റ്ലി ഞാൻ എടുത്തിരിക്കുന്നത് 3 സെറ്റ് അക്രലിക് പെയിൻ്റ് ആണ്. ഇതാണ് ലോങ്ങർ സെറ്റ്സ്. സോ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ചെറിയ ചെറിയ സെറ്റുകളാണ്. ഇത് വാട്ടർ കളേഴ്സിൻ്റെയും അതുപോലെ തന്നെ അക്രലിക്സിൻ്റെയും ഒക്കെ ചെറിയ സെറ്റുകളാണ്. ഇതൊന്നും ഞാൻ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. സോ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഒരുമിച്ച് മാറ്റി വയ്ക്കുന്നു. പിന്നെ വെക്കുന്നത് ഫെവിക്രിലിൻ്റെ പെയിൻ്റാണ്. ഇങ്ങനത്തെ 3 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. സോ ഈ 3 സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ബ്രഷസ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് എനിക്ക് എല്ലാ ബ്രഷസും ഒരുമിച്ചുണ്ട്. അതേപോലെ തന്നെ ബോട്ടിൽ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പോഞ്ചസും ഞാൻ ഇതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ക്ലേ മോഡലിംഗ് ടൂൾസ്. സോ ക്ലേ മോഡലിംഗ് ടൂൾസും ഇതേപോലെ തന്നെ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിന് വേണ്ടി മേജറായിട്ട് യൂസ് ചെയ്യുന്ന ട്യൂബ്സ് ഓഫ് പെയിൻറ്റ്സ് ആണ്. ഇതെല്ലാം അക്രിലിക്സ് തന്നെയാണ്. ഇതെല്ലാം ഒരുമിച്ച് വയ്ക്കുക. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വലായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പെയിൻറ്റ്സ് ആണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടുള്ളത്. അതെല്ലാം ഒരുമിച്ച് വയ്ക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവുക വാർണിഷസ് ആണ്. സോ വാർണിഷും അതേപോലെ തന്നെ ഇതൊരു വുഡ് വാർണിഷാണ്. ഈ 3 ബോട്ടിൽസ് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ലിക്വിഡ് എംബ്രോയിഡറിയുടെ മെറ്റീരിയൽസ് ആണ്. പിന്നെ മാസ്കിംഗ് ടേപ്പ് ഇതൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ കവറിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. അതും ഞാൻ ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബോട്ടിൽ ആർട്ടിന് വേണ്ട ഗ്ലാസ് ലൈനർ, സ്പ്രേ പെയിൻറ്റും അതേപോലെ തന്നെ സ്പ്രേ വാർണിഷ്. ഇതും ഞാൻ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ദിസ് ഗോസ് ടു ദി ബോട്ടം ഓഫ് ദി കണ്ടെയ്നർ. ഇത്രയും സാധനങ്ങളാണ് എനിക്കിപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത്. ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറാണിത്. ഇത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ ഒറ്റ കണ്ടെയ്നറിലാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നത്. കണ്ടെയ്നർ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരു സാധനമല്ല. ഇത് ഒരുപാട് ഇയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കണ്ടെയ്നർ മേടിക്കുക. ഈ ഒരു കണ്ടെയ്നറിലേക്ക് സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് ഏറ്റവും താഴെ വെക്കുക. നിങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മുകളിൽ വെക്കുക. സെഗ്രിഗേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ പെയിൻറ്റും സ്പ്രേ വാർണിഷും ഞാൻ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് ഞാൻ ഏറ്റവും താഴേക്ക് വെക്കുന്നു. പിന്നെ വാട്ടർ കളറിൻ്റെ സെറ്റും അതുപോലെ തന്നെ അക്രിലിക്സിൻ്റെ സെറ്റും അതും കുറവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബോട്ടം സൈഡിലാണ് വെക്കുന്നത്. അടുത്തത് അക്രിലിക്കിൻ്റെ ലോങ് ആയിട്ടുള്ള സെറ്റുകളാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് മുകളിൽ ആവശ്യമാണ്. ക്യാമലിൻ്റെയും ഫേബർ കാസലിൻ്റെയും ഫെവിക്രിലിൻ്റെയും സെറ്റുകൾ ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഇനി വെക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെറ്റുകളാണ്. അത് ഈ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി സ്പേസിൻ്റെ ഇടയിലേക്ക് പോകുന്ന പോലെ വെക്കാം. വാർണിഷിൻ്റെ ബോട്ടിൽസ് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അത് കിടത്തി വെക്കരുത്. അപ്പോൾ സ്പില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും അത് അപ്രൈറ്റ് ആയിട്ട് വെക്കുക. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ സ്പേസസിലേക്ക് ലിക്വിഡ് എംബ്രോയിഡറി സെറ്റുകൾ വെച്ചു. പിന്നെ ബാക്കിയുള്ള അക്രിലിക് ട്യൂബ്സ് വെച്ചു. ഇനി വെക്കുന്നത് ഗ്ലാസ് ലൈനറും അതേപോലെ തന്നെ വുഡ് വാർണിഷാണ്. ഇപ്പം നമ്മുടെ പെയിൻറ്റും അതേപോലെ തന്നെ വാർണിഷിൻ്റെ സെറ്റ്സും എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇത് ഞാൻ എടുക്കുന്നതിന് അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി വെക്കേണ്ടത് ക്ലേ മോഡലിംഗ് ടൂൾസും അതേപോലെ തന്നെ ബ്രഷുമാണ്. ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ ഞാൻ ഏറ്റവും മുകളിൽ തന്നെയാണ് വെക്കാറുള്ളത്. മേജറായിട്ടുള്ള ഓർഗനൈസിങ് കഴിഞ്ഞു.
പെയിൻറ്റും ബ്രഷും നമ്മുടെ ടൂൾസും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കൺവീനിയൻസിനനുസരിച്ചാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്ക്സിനനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് എന്താ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നേ ഉള്ളൂ. സോ ഇത് എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് എനിക്ക് വർക്കൗട്ട് ആവുന്ന പോലെയാണ് ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പിന്നെ വെച്ചിട്ടുള്ളത് ഡെക്കുപ്പാജ് ടിഷ്യൂം അതേപോലെ തന്നെ ബ്രഷ് പെന്നും സ്റ്റെൻസിൽസും ആണ്. അതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെച്ച് അതിനെ ഡാമേജ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ മുകളിൽ വെച്ചത്. സോ ഇതാണ് എൻ്റെ ഓർഗനൈസിങ് ടെക്നിക്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ക്യാൻവസ് പാനൽസും ക്യാൻവസ് റോളും മാത്രമാണ് അല്ലെങ്കിൽ ബുക്ക് മാത്രമാണ് ഞാൻ പുറത്ത് വെക്കുന്ന ഒരു സാധനം. ബാക്കിയെല്ലാം എനിക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഈ കണ്ടെയ്നർ ഒരിക്കലും പുറത്ത് നിങ്ങളാരും കാണില്ല. ഒരു വാർഡ്രോബ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നിങ്ങൾ കണ്ടെയ്നേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രോയറിലാണ് വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇഫ് യു വോണ്ട് ടു സ്പ്രെഡ് ഇറ്റ് ഔട്ട് ഒരു 2-3 കണ്ടെയ്നേഴ്സ് ആക്കി പെയിൻറ്റ് സെപ്പറേറ്റ് വയ്ക്കുക, ബ്രഷസ് സെപ്പറേറ്റ് വയ്ക്കുക, ബാക്കി ക്രാഫ്റ്റ് സാധനങ്ങൾ സെപ്പറേറ്റ് വയ്ക്കുക. അതും വർക്കൗട്ട് ആവുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു വാർഡ്രോബിൻ്റെ ഒരു താഴത്തെ സെക്ഷനിലേക്കാണ് ഈ ഒരു കണ്ടെയ്നർ അങ്ങനെ കയറ്റി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒറ്റ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യുന്നു. സോ നിങ്ങളുടെ സ്പേസ് കൺസ്ട്രെയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എങ്ങനെയാണ് അത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെക്കണോ അതല്ലെങ്കിൽ ഒറ്റ കണ്ടെയ്നറായിട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതിൻ്റെ ഉള്ള അറേഞ്ച്മെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ കണ്ടെയ്നർ ചൂസ് ചെയ്യുക. ആൻഡ് അതിനനുസരിച്ച് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ആദ്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുകളിൽ വയ്ക്കുക, അല്ലെങ്കിൽ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ മുകളിൽ വയ്ക്കുക, വല്ലപ്പോഴും മാത്രം എടുക്കുന്ന സാധനങ്ങൾ താഴേക്ക് വയ്ക്കുക. അങ്ങനെയൊക്കെ കുറച്ചൊന്ന് തിങ്ക് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു വലിയ ഹ്യൂമങ്കസ് ടാസ്ക് ആയിട്ട് തോന്നില്ല. ആൻഡ് വൺസ് ഇൻ എ വൈൽ അത് എപ്പോഴും ഒന്ന് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരുപാട് ആർട്ട് സപ്ലൈ ഒന്നിച്ച് ഓർഗനൈസ് ചെയ്ത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.